കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. പാരമ്പര്യമായോ അല്ലാതെയോ നിങ്ങളിൽ കടന്നു വന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കും. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. പ്രതീക്ഷ നശിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്കല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, പ്രതീക്ഷയോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. സ്നേഹമുള്ളവരെ, മനസ്സുമെടുത്ത് പ്രതീക്ഷ നശിച്ചിരിക്കുന്ന വ്യക്തികളോട് കർത്താവിന്റെ വചനം പറയുന്നു: ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ടാണ് തിരുവചനം വ്യക്തമാക്കുന്നത്: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലും കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മെ തന്നെയും അനുഗ്രഹിക്കുവാനായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഇന്ന് എൻ്റെ കുടുംബത്ത് ഉണ്ടായിരിക്കട്ടെ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, എലീശായ്ക്ക് ഇരട്ടി പങ്ക് അഭിഷേകം നൽകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നിൽ നിറയണം. അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ഇന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി കടന്നു വരണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ആമേൻ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ആമേൻ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ പരിശുദ്ധാത്മാവേ, ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, സ്നേഹന്മാരെ നയിച്ചതുപോലെ ഇന്ന് എന്നെയും നയിക്കണമേ. എന്നിലുള്ള ഭീരുത്വത്തെ എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ജ്വലിക്കുവാൻ തക്ക വിധം ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി മാറുവാൻ തക്ക വിധമുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആമേൻ. അഗ്നിയായി ശക്തിയായി എന്നിൽ ഹല്ലേലൂയ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ.
ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ ആത്മാവേ എന്നിൽ നീ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ എന്നിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണം. ആത്മാവേ എന്നിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണം. അവിടുത്തെ ആത്മാവിന്റെ ശക്തിയായി ഞങ്ങളെ ബലപ്പെടുത്തണം. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മിലും നമ്മുടെ സകല പ്രവൃത്തികളിലും കടന്നു വരുവാനും നാം അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.